ഇനി നമ്മുടെ ഫാമിലി ഡോക്ടർ വരുന്നു. പ്ലാസ്റ്റിക് സർജറിയും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിലാണ് ഇന്ന് ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രോഹിത് സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ഇൻഷുറൻസ് പ്ലാസ്റ്റിക് സർജറിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി മുഖത്തൊരു മുറിവ് വന്നു, അത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ എന്നുള്ളതാണ് എപ്പോഴും ഉള്ള ഒരു സംശയം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ റിലേറ്റഡോ ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ അതൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ അല്ല. അത് രോഗിയുടെ ഈ പറഞ്ഞ രോഗത്തിന് മുന്നേ ഉണ്ടായിരുന്ന കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. ഇതിനെ റീകൺസ്ട്രക്റ്റീവ് സർജറി പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കോസ്മെറ്റിക് സർജറി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. ഇതിന് ഇൻഷുറൻസിന് ക്ലെയിം ഒന്നും ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഇത് മിക്കപ്പോഴും ചെയ്യുന്നത് മറ്റൊരു ക്യാൻസർ സർജൻ്റെ കൂടെയോ അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഓർത്തോപെഡിക് സർജൻ്റെയോ കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻഷുറൻസിനുള്ള ബുദ്ധിമുട്ടും വരേണ്ട കാര്യമില്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ക്വറീസ് ഇൻഷുറൻസ് സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രീറ്റിംഗ് പ്ലാസ്റ്റിക് സർജന് ആ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.